ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുടുക്കായത് സന്നിധാനത്തിലെ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം. 2017 കൊടിമരം പുതുക്കി സ്ഥാപിച്ച സമയത്താണ് പഴയ വാജിവാഹനം തന്ത്രി സ്വന്തമാക്കുകയായിരുന്നു. വാജിവാഹനത്തിന്റെ സൂക്ഷിപ്പവകാശം തന്ത്രിക്കാണ് എന്നായിരുന്നു തന്ത്രി മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചത്. ഇത് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ തന്ത്രി നടത്തിയ ചില ഇടപാടുകൾ സംബന്ധിച്ച സംശയമുയരുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കണ്ഠരര് രാജീവരര് കുടുങ്ങുകയുമായിരുന്നു. പഴയ വാജിവാഹനം തന്ത്രി ആന്ധ്രാപ്രദേശിലെ ഒരു വ്യവസായിക്ക് സൂക്ഷിക്കാനായി കണ്ഠരര് രാജീവരരെ കൈമാറിയതാണ് SIT കണ്ടെത്തൽ. ഇത്തരം രീതിയിൽ പലർക്കും വിശുദ്ധ വസ്തുക്കൾ കൈമാറി സാമ്പത്തിക ലാഭം നേടിയെന്ന സംശയവും അന്വേഷണത്തിൽ ഉയർന്നിട്ടുണ്ട്. കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പപീഠവും സ്വർണം പൂശാനെന്ന പേരിൽ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി സ്വകാര്യ വീടുകളിലെത്തിച്ച പൂജ നടത്തി വരുമാനം നേടിയതായി പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതോടെയാണ് തന്ത്രിയുടെ അറിവോടെയായിരുന്നു സ്വർണ്ണക്കൊള്ള നടന്നതെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ചിരഞ്ജീവിയോടൊപ്പം ഒരിക്കൽ സന്നിധാനത്തിലെത്തിയതിനെ തുടർന്ന് വിവാദത്തിൽപ്പെട്ട കുടുംബമാണ് വാജിവാഹനം കൈവശം വെച്ചതെന്നാണ് പ്രാഥമിക സൂചന. 2017 കൊടിമരം പുതുക്കി സ്ഥാപിച്ച സമയത്താണ് പഴയ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്നും രേഖകളിൽ പറയുന്നു. പിന്നാലെ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് വാജിവാഹനം തിരികെ വാങ്ങണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ തന്ത്രി കത്ത് നൽകിയിരുന്നു. സ്വർണ്ണപ്പാളി വിവാദം ശക്തമായതോടെ പഴയ കൊടിമരവും കുതിരരൂപവും വിറ്റതാണെന്ന സംശയവും ശക്തമാണ്. ഇതിന് പിന്നാലെ തന്ത്രിയുടെ കത്ത് പുറത്തു വന്നതോടെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചു. പുതിയ കൊടിമരം സ്വർണം പൂശി സ്ഥാപിക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയതിലും ദുരൂഹതകളുണ്ടെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. 8 വർഷം മുമ്പ് സ്വർണ്ണ കൊടിമരവും അയ്യപ്പന്റെ വാഹനമായ കുതിരരൂപവും സ്ഥാപിച്ചപ്പോൾ പഴയ കുതിരരൂപം മാറ്റിയതായും സംശയമുണ്ട്. ഏകദേശം 10 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചാണ് പുതിയ കൊടിമരം നിർമ്മിച്ചത്. എന്നാൽ പുതിയത് സ്ഥാപിക്കുന്നതിന് മുമ്പ് അഴിച്ചുമാറ്റിയ പഴയ കൊടിമരവും അതിന്മേലുണ്ടായിരുന്ന അയ്യപ്പ വാഹന രൂപവും എവിടേക്കാണ് മാറ്റിയതെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല.